വികേന്ദ്രീകൃത മൊസൈക് ഡിഫൻസ് എന്ന ഇറാന്റെ പ്രതിരോധ തന്ത്രമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഇറാന്റെ തിരിച്ചടിയിൽ ഇസ്രയേലും അമേരിക്കയും തളർന്നിരിക്കുമ്പോൾ പോലും വീറും വാശിയോടെയും ഇറാൻ ഒരിറ്റു പോലും തളരാതെ പിടിച്ചു നിൽക്കുന്നതിന് പിന്നിൽ ഈ ഒരു രഹസ്യമാണ്. അതായത് ഈ ഒരു പ്രതിരോധ ശേഷി, ഇതിന് പിന്നിലെ രഹസ്യം ഈ ഒരു പ്രതിരോധ ശേഷി തന്നെയാണ്. അതായത് പുറത്ത് കാഴ്ചക്കാരായി നിന്നുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഇവിടെ എളുപ്പത്തിൽ ഒരു യുദ്ധം തുടങ്ങാൻ സാധിക്കും. എന്നാൽ ഈ യുദ്ധം എപ്പോൾ അവസാനിപ്പിക്കണമെന്ന് തീരുമാനമെടുക്കാൻ ആ ആൾക്ക്, അതായത് ഇറാന് മാത്രമാണ് അതിന് തീരുമാനിക്കാൻ ഇറാന് മാത്രമാണ് സാധിക്കുന്നത് എന്നതാണ് മറ്റൊരു പ്രത്യേകതയായി എടുത്തു പറയുന്നത്. ഇറാന്റെ യുദ്ധ തന്ത്രം, അതായത് ഈ ഒരു യുദ്ധ തന്ത്രജ്ഞനായ മുഹമ്മദ് അലി ജഫാരിയാണ് ഈ യുദ്ധതന്ത്രത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത്. ഇറാനുമേൽ വൻ സൈനിക സന്നാഹങ്ങളോടുകൂടി തന്നെ ആക്രമണം നടത്തിയിട്ടും ഇസ്രയേലും US-ഉം മേൽക്കൈ എന്ന് ഉറപ്പിച്ച് പറയാവുന്ന ആധിപത്യം ലഭിക്കാത്തതിന് പിന്നിൽ ഈ മൊസൈക് പ്രതിരോധ സംവിധാനമാണ്. എന്താണ് മൊസൈക് ഡിഫൻസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്? പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ചിതറിയതും എന്നാൽ കൃത്യമായ രൂപകൽപ്പന ചെയ്തതുമായ വിശാലമായ ഒരു സേനാ വിന്യാസത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതായത് ഇത് 1-2 വർഷം കൊണ്ട് മാത്രം രൂപപ്പെടുത്തിയ ഒരു സൈനിക തന്ത്രമല്ല. 2 ദശകങ്ങൾ നീണ്ടുനിന്ന പഠനങ്ങളുടെയും അതുപോലെ തന്നെ അനുഭവജ്ഞാനത്തിൻ്റെയും എല്ലാം ആ ഒരു ബലത്തിലാണ് മൊസൈക് യുദ്ധതന്ത്രം രൂപപ്പെടുത്തിയെടുത്തത്. സാധാരണ യുദ്ധത്തിൽ ജനവാസ കേന്ദ്രങ്ങളിലും തലസ്ഥാന മേഖലകളിലുമെല്ലാം നടത്തുന്ന ശക്തമായ ആക്രമണത്തിൽ ഏതൊരു രാജ്യവും തളർന്നു പോകും. എന്നാൽ ഇറാൻ അങ്ങനെ തളരുന്ന ഒരു രീതിയല്ല ഇവിടെ കാണുന്നത്. അതിന് കാരണമാണ് ഈ സൈനിക തലസ്ഥാനത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ചില നഗരങ്ങളിലോ കേന്ദ്രീകരിച്ച് നിലകൊള്ളുന്നത് തികച്ചും വികേന്ദ്രീകൃതമാണ് എന്നതാണ് ഇറാന്റെ സൈന്യം വ്യക്തമാക്കുന്നത്. തളരാതെ തന്നെ എത്ര നാൾ വേണമെങ്കിലും അവർക്ക് ഇതിൽ പോരാടാൻ കഴിയും. ഇറാന്റെ വിശാലമായ മരുഭൂമി മേഖലകളിലും മലപ്രദേശങ്ങളിലുമെല്ലാം തന്നെ ഇത്തരത്തിൽ സൈന്യം യുദ്ധസജ്ജരായി തന്നെ നിലകൊള്ളുകയാണ്. ഈ കേന്ദ്രങ്ങളിലേക്ക് നടത്താവുന്ന ആക്രമണങ്ങളൊന്നും തന്നെ ആ ജനജീവിതത്തെ ഒരിക്കൽ പോലും ബാധിക്കില്ല. ഇക്കാരണത്താൽ തന്നെ രാജ്യം തളരുകയുമില്ല. യുദ്ധത്തിൽ എത്ര വലിയ നേതാക്കൾ മരിച്ചാൽ പോലും, എത്ര വലിയ സൈനിക നേതൃത്വത്തിന് ആക്രമണം ഏറ്റാൽ പോലും പ്രത്യാക്രമണം നടന്നുകൊണ്ടേയിരിക്കും. കാരണം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി തന്നെ സർവ്വസജ്ജമായ സൈനിക കേന്ദ്രങ്ങൾ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഈ കേന്ദ്രങ്ങളുടെ പ്രത്യേകത എന്തെന്നാൽ അവയ്ക്കുള്ളിൽ ഭാഗികമായ ഒരു സ്വയം സംഭരണ അവകാശമാണ്. പ്രധാനപ്പെട്ട കമാൻഡറുകൾക്ക് വേണ്ടി മാത്രമേ അവർക്ക് സൈന്യത്തിന്റെ ഉന്നത നേതൃത്വത്തെ അവിടെ കാക്കേണ്ടതുള്ളൂ. സാധാരണ ആക്രമണ പ്രത്യാക്രമണങ്ങൾ ഇറാന്റെ യുദ്ധ പദ്ധതികളുടെ അടിസ്ഥാന മാർഗരേഖകളെ അടിസ്ഥാനമാക്കി അവർക്ക് നടത്താനാകും. അഥവാ ഒരു കേന്ദ്ര നേതൃനിരയെ തന്നെ ഇല്ലാതാക്കാൻ ഇവിടെ ഇറാൻ അങ്ങനെ ഇല്ലാതാക്കിയാൽ പോലും ഇറാൻ തളരില്ല എന്നതാണ് ചുരുക്കം. അതേസമയം 2003 ഇറാഖ് അധിനിവേശത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് രാജ്യത്തിന്റെ ഉന്നത നേതൃത്വം കൊല്ലപ്പെട്ടാൽ പോലും തിരിച്ചടി നൽകാൻ ശേഷിയുള്ള വികേന്ദ്രീകൃതമായ ഒരു സൈനിക സംവിധാനമാണ് ഇപ്പോൾ ഇതിലൂടെ തന്നെ ജഫാരി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. 2026 യുദ്ധത്തിൽ ഇറാന്റെ പ്രധാന നേതാക്കൾ കൊല്ലപ്പെട്ടിട്ട് പോലും അവിടെ സ്വയം ഭരണാധികാരിയുമായുള്ള 31 പ്രാദേശിക യൂണിറ്റുകൾ വഴി രാജ്യം ശക്തമായി തന്നെ പോരാട്ടം തുടരുന്നത് ഈ തന്ത്രത്തിന്റെ ഒരു വിജയമായി തന്നെയാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. കേന്ദ്രീകൃതമായ സൈനിക നയതന്ത്രം തകർന്നാൽ പോലും അത് പരാജയപ്പെടാത്ത വിധത്തിൽ ഇറാനെ ഒരു പ്രതിരോധ കോട്ടയായി മാറ്റാൻ ഈ പദ്ധതിക്ക് സാധിക്കുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ശത്രുക്കളുടെ പെട്ടെന്നുള്ള വിജയം അസാധ്യമാകുന്ന ഇറാന്റെ സവിശേഷമായ യുദ്ധതന്ത്രത്തെയും അതിന്റെ പിന്നിലെ ബുദ്ധി കേന്ദ്രത്തെയും അടുത്തറിയാം എന്നതാണ് മറ്റൊരു വസ്തുത. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ കമാൻഡർ ഇൻ ചീഫാണ് മേജർ ജനറൽ മുഹമ്മദ് അലി ജഫാരി. ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷം കുർദിസ്ഥാൻ പ്രവിശ്യയിലെ രഹസ്യാന്വേഷണ വിഭാഗത്തിലൂടെ സൈനിക ജീവിതം തുടങ്ങിയ അദ്ദേഹം ഇറാഖ് യുദ്ധത്തിലൂടെയും ശ്രദ്ധേയനായ ഒരു വ്യക്തിയാണ്. 1979 മുതൽ 1989 വരെ അവിടെ നീണ്ടുനിന്ന ഇറാഖ് യുദ്ധത്തിൽ പങ്കെടുത്ത അദ്ദേഹമാകട്ടെ ആ കാലയളവിൽ സൈന്യത്തിന്റെ വിവിധ പദവികളിലേക്ക് ഉയർത്തപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ്. അതേപോലെ തന്നെ 1992 ഇവിടെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഗ്രൗണ്ട് ഫോഴ്സിന്റെ ടെഹ്റാൻ പ്രതിരോധത്തിനായുള്ള ഒരു രീതിയിൽ അവിടെ ഒരു സാറ്റലൈറ്റ് യൂണിറ്റിന്റെയും കമാൻഡറായി ഇദ്ദേഹം നിയമിതനായിട്ടുള്ള വിവരങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഇതിനെല്ലാം ഇടയിലാണ് ഇത്തരത്തിൽ ഒരു പ്രതിരോധ സംവിധാനം അദ്ദേഹം വികസിപ്പിച്ചെടുത്തിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.